അറിഞ്ഞോ രേണുസുധിക്ക് ബാധ കയറി. അന്യൻ സിനിമയിലെ വിക്രമിനെ പോലാണ് ഇപ്പൊ രേണുസുധിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. ചിലപ്പോ അന്യനാകും, ചിലപ്പോ അമ്പിയാകും. ദാസേട്ടും കോഴിക്കോടും മറ്റേ പ്രതീക്ഷയും ഒന്നും അടുത്തില്ലാത്തത് കൊണ്ട് ഇതുവരെ റൊമ ആവാൻ പറ്റിയിട്ടില്ല. ഇന്നലെ കിച്ചുവിന്റെ തുറന്നു പറച്ചിൽ വീഡിയോ പുറത്തു വന്നതിന് ശേഷമാണ് രേണു ചേച്ചിക്ക് ഈ അസുഖം തുടങ്ങിയത്. കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നപ്പോ ആദ്യം നമ്മുടെ രേണു ചേച്ചി എന്താക്കി, നല്ലവണ്ണം കരഞ്ഞു മേടിക്ക് അഭിനയിച്ചുകൊണ്ട് കുറച്ച് വീഡിയോസ് അങ്ങോട്ട് പോസ്റ്റ് ചെയ്തു. കരച്ചിൽ നാടകം ഇറക്കി ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റാനായിരുന്നു പുള്ളിക്കാരുടെ ശ്രമം. പക്ഷെ അത് നൈസായിട്ട് പാളി. ആൾക്കാരെ പറ്റിക്കുന്നതിനൊക്കെ ഒരു ഉണ്ടല്ലോ, കുറെയൊക്കെ പറ്റിക്കാൻ വേണ്ടി അവർ നിന്ന് തരും. പക്ഷെ ഒരു പരിധി വിട്ടാൽ പണി വാളും. അതെന്നെ എവിടെയും സംഭവിച്ചു. ഇത്തവണ രേണുവിന്റെ കരച്ചിൽ നാടകം അത്രക്ക് അങ്ങോട്ട് ഏറ്റില്ല. അതോടെ രേണു ചേച്ചി എന്താക്കി, ഒറ്റയടിക്ക് അങ്ങോട്ട് പ്ലേറ്റ് മറിച്ചിട്ട് ഇപ്പൊ നോക്കുമ്പോണ്ട് ചേച്ചി ഇൻസ്റ്റാഗ്രാമിൽ ഇരുന്ന് ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു. എന്തിനു പറയുന്നു, സബ്സ്ക്രൈബേഴ്സ് ഉള്ളിൽ പോയി ആളുകളെ കോരി തരിപ്പിക്കുന്നു. നിമിഷ നേരം കൊണ്ടാണല്ലേ ചേച്ചി ഗീറ് മാറ്റിയത്. അതാണ് ഞാൻ പറഞ്ഞത് ചേച്ചിക്ക് ബാധ കയറിയെന്ന്. അന്യനും അമ്പിയും ഒക്കെ ചേച്ചി ഇങ്ങനെ പകർന്നാടുകയാണ്. പക്ഷെ രേണു ചേച്ചിക്ക് കിളി പോയതാണെന്ന് ആരും കരുതണ്ട. ഉഡായിപ്പിനെ ഭീകര വരാന്തകളിലൂടെ ഒരു ഭൂലോക കള്ളിയായി വിലസി നടക്കുന്ന ആളാണ് നമ്മുടെ രേണു ചേച്ചി. ചേച്ചിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എന്ത്, അർജുനൻ അമ്പൊഴിയാത്ത ആവനാഴിയായിരുന്നു കിട്ടിയതെങ്കിൽ നമ്മുടെ രേണു ചേച്ചിക്ക് ഉടായ്പ പറ്റാത്ത ഒരു മനസ്സാണ് കിട്ടിയിരിക്കുന്നത്. ഓരോ സാഹചര്യത്തിനനുസരിച്ച് നിറം മാറാനും മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ചേച്ചിക്ക് നല്ല കഴിവാണ്. എന്തായാലും ഇന്നലെ കിച്ചുവിന്റെ വീഡിയോ പുറത്തു വന്നതിന് പിന്നാലെ ചേച്ചി കരഞ്ഞു മേക്കിക്കൊണ്ട് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ജീവിതം മടുത്തു, മരിക്കാൻ പോവുകയാണ് എന്നൊക്കെയുള്ള ലെവലായിരുന്നു ചേച്ചി ആ വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. അത് കണ്ട് ഉടനെ നമ്മൾ പറഞ്ഞിരുന്നു ഇത് ഭൂലോക ഉടായ്പാണെന്ന്. എന്തായാലും ആ വീഡിയോയ്ക്ക് ശേഷം ചേച്ചി അതേ ശൈലിയിൽ തന്നെ മറ്റൊരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഏൽക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ചേച്ചി അങ്ങോട്ട് ഗീറ് മാറ്റി. പിന്നെണ്ട് ആള് ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഫുൾ വൈബ് ഇഷ്ടമാണ്. എന്തായാലും ആദ്യം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം, എന്നിട്ട് ഡാൻസിലേക്കും പാട്ടിലേക്കും ഒക്കെ പോകാം. ഒരുപാട് പേര് എന്നെ വിളിച്ച് ഇന്നലെ എന്റെ വീഡിയോ കണ്ടിട്ട്, ഞാനിപ്പോഴും ദുബായി തന്നെയാണ്, ഒരുപാട് നല്ല ആൾക്കാർ എന്നെ വിളിച്ച് ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചാൽ ഞാൻ ഓക്കെയാണ്. ഏത് ദരിദ്രവാസികളാണോ എന്തോ ചേച്ചിയെ വിളിച്ച് ഓക്കെ ആണെന്നൊക്കെ ചോദിച്ചത്. ഇങ്ങനെയും കുറെ വാണക്കുറ്റികൾ ഇഷ്ടമാണ്. ഓക്കെ ആണെന്ന് ചോദിക്കാൻ രേണു ചേച്ചി അസുഖം വന്ന് കിടപ്പിലായതൊന്നുമല്ലല്ലോ. വളർത്തു മകന്റെ കയ്യിൽ നിന്ന് തന്നെ നല്ല കൊട്ട് കിട്ടിയതല്ലേ. വളർത്തു മകനെന്നൊന്നും പറയാൻ പറ്റൂല. ഇവളതിനെ എപ്പോഴാണ് കിച്ചുവിനെ വളർത്തിയത്. രേണു തന്നെ തിരിഞ്ഞു പോലും നോക്കാറുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് കിച്ചു നല്ല വീഡിയോയിൽ വന്നിരുന്ന് പറഞ്ഞത്. കിച്ചു അച്ഛനായിട്ടുള്ള സുധിയുടെ കൂടെ റിയാലിറ്റി ഷോകളുടെ സെറ്റുകളിൽ പോകുന്നത് പോലും രേണുവിന് ഇഷ്ടമായിരുന്നില്ല പോലും. സുധി മരിച്ചതിന് ശേഷം പോലും ഈ തള്ള കിച്ചുവിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. പക്ഷെ ഓരോ ഇന്റർവ്യൂകളും സ്റ്റേജുകളിലും ഒക്കെ വന്നിരുന്ന് എന്ത് നാടകമായിരുന്നു ഇവര് കളിച്ചത്. കിച്ചുവിനോടുള്ള സ്നേഹമൊക്കെ അങ്ങോട്ട് ഒഴുകി ഒലിക്കുകയായിരുന്നു. ഇപ്പോഴല്ലേ സത്യമൊക്കെ പുറത്തു വന്നത്. ഇതൊക്കെ അറിഞ്ഞിട്ടും ഇവൾ ഓക്കെ ആണെന്ന് ചോദിച്ചുകൊണ്ട് ആരൊക്കെയോ വിളിച്ചു എന്ന് പറഞ്ഞാൽ ആ വിളിച്ചവനെ മടല് വിട്ടടിക്കണം. ചേച്ചി വെറുതെ ഇരുന്ന് തള്ളുന്നതായിരിക്കും, അല്ലാണ്ട് ചേച്ചിനൊക്കെ ആര് വിളിക്കാനാണ്. ആളിപ്പോ ദുബായിൽ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. അല്ലെ ഈ ദുബായിലേക്ക് ആളുകൾ എങ്ങനെ വിളിച്ചു എന്നാണ് രേണു ചേച്ചി പറയുന്നത്. അവിടെ വാട്സപ്പ് കോൾ ഒന്നും കിട്ടൂലല്ലോ. പിന്നെ IMO ബോട്ടിമൊക്കെ പോലുള്ള ആപ്പുകൾ ഇൻസ്റ്റാൾ ആക്കി വിളിക്കണം. അതിനൊക്കെ ആരെങ്കിലും മെനക്കെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തൊരു തള്ളാണ് എന്റെ രേണു. ഇതെല്ലാം ബാക്കിയോട് പറഞ്ഞാട്ടെ. ചിന്തിച്ച് ഈ പ്രശ്നങ്ങൾക്കെല്ലാം മൂല കാരണം എന്താണെന്ന് ഇപ്പോൾ ഈ പുതിയതായിട്ട് വന്ന പ്രശ്നം ഇപ്പൊ എന്താ അത്ര ചിന്തിക്കാൻ? ഇതിനെ മൂലകാരം തേടി പോവൊന്നും വേണ്ട. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലിരിപ്പ് കൊണ്ടുവന്ന പ്രശ്നം തന്നെയാണ്. വേറെ ആരും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഇതൊക്കെ കുറെ മുമ്പ് തന്നെ പുറത്തു വരേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ കിച്ചുവിനെ ലഹരി ഉപയോഗത്തെ കുറിച്ച് വിളിച്ചു പറയുമെന്നും പറഞ്ഞ് ആ ചെക്കനെ നിങ്ങൾ എല്ലാരും കൂടി ഇത്രയും കാലം പേടിപ്പിച്ച് നിർത്തി. പക്ഷെ എല്ലാത്തിനും ഒരു സമയം ഉണ്ടല്ലോ. അവസാനം കിച്ചു തന്നെ താൻ പണ്ട് ലഹരി ഉപയോഗിച്ചിരുന്നു എന്ന് തുറന്നു പറഞ്ഞു. ഇനിയിപ്പോ അത് വെച്ച് നിങ്ങൾക്ക് അവനെ ഭീഷണിപ്പെടുത്താൻ പറ്റൂലല്ലോ. നിങ്ങളെ നല്ലോണം പേടിച്ചോളൂ സ്ത്രീയെ. കാരണം കിച്ചു ആകെ 20% കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുള്ളതാണ് അവൻ അവന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞത്. ബാക്കി 80% കൂടി അവന് പറഞ്ഞ പിന്നെ നിങ്ങളെ വടിച്ചെടുക്കേണ്ടി വരും. അതുകൊണ്ട് അധികം ഡയലോഗ് ഒന്നും അടിക്കാൻ നിൽക്കാതെ ആ ചെക്കനെ കാലിൽ പോയി വീഴാൻ നോക്ക്. മനസ്സലിഞ്ഞ് ചിലപ്പോ അവന് മാപ്പ് വന്നേക്കും. ബാക്കി പറഞ്ഞാലും ഞാൻ FB പോസ്റ്റ് കണ്ടത്, നിരവധി പെണ്ണുങ്ങളെയും ആണുങ്ങളെയും തകർക്കുന്ന ഒരു സ്ത്രീ, പ്രത്യേകിച്ച് എന്നെ കരുവാക്കിക്കൊണ്ട് എന്നെ ടാർഗറ്റ് ചെയ്യുന്ന ഒരു സ്ത്രീ, അവരുടെ പോസ്റ്റാണ് കണ്ടത്. നിങ്ങൾ പലരും കണ്ടു കാണും. അത് കണ്ടപ്പോ എനിക്ക് ഏകദേശമൊക്കെ മനസ്സിലായി. മാനിപ്പുലേറ്റിങ്ങും അതുപോലെ ഒന്നും പറയാനില്ല. എനിക്ക് ആരോടും ഒരു പിണക്കോ പരിഭവങ്ങളോ ഒന്നുമില്ല. എല്ലാം ഒന്നും പറഞ്ഞിട്ടില്ല. എനിക്ക് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിവിടെ അങ്ങും തീരത്തില്ല. അറിയുന്നവർക്ക് അറിയാം.
എന്തറിയാന്ന്, ആർക്കറിയാന്ന്? നിനക്ക് എന്ത് പറയാനുണ്ടെന്നാണ് രേണു നീ പറയുന്നത്? നിനക്കൊരു കോപ്പും പറയാനില്ല. കിച്ചു പറയുന്ന കാര്യങ്ങളെ കൗണ്ടർ ചെയ്യാൻ നിന്റെ കയ്യിൽ ഒന്നുമില്ല. അതുകൊണ്ടാണ് നീ കരച്ചിൽ നാടകവും കൊണ്ട് ഇറങ്ങിയതെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല, നീ പറയുന്ന പോലെ എന്തെങ്കിലും ന്യായീകരണം നിനക്ക് പറയാനുണ്ടെങ്കിൽ നീ എന്നേ പറഞ്ഞേനെ. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നീ മിണ്ടാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതെന്താണെന്നറിയോ, നിനക്കൊരു കോപ്പും പറയാനില്ല. പക്ഷെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിടിച്ചു നിൽക്കണമല്ലോ. അതാണ് ഇപ്പൊ നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിനക്കിപ്പോ എന്താണെന്ന് തുറന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ തുറന്ന് പറ. അല്ല പിന്നെ ബാക്കി പറഞ്ഞെന്തായാലും. ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നതും, ചേട്ടനുള്ളപ്പോഴും ചേട്ടൻ മരിച്ചപ്പോഴും എല്ലാം. പക്ഷെ ഇതൊന്നും ഞാനും ആരോടും പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും എൻ്റെ കുറ്റം കാണാനും ആണ് നേരം. എനിക്കന്ന് 23 വയസ്സേ ഉള്ളൂ. 24 വയസ്സേ ഉള്ളൂ. ഇപ്പോൾ ഒരു 11 വയസ്സുള്ള ഒരു കുട്ടിയുടെ അമ്മയായി പൂർണ്ണമായിട്ടും ഞാൻ അമ്മയായിട്ട് മാറിയിട്ടാണ് ഞാൻ സ്വീകരിച്ചവരെ. നിനക്ക് ആ വാക്ക് ഉച്ചരിക്കാനുള്ള ധൈര്യം ഉണ്ട് രേണു? കിച്ചുവിനെ സ്വന്തം അച്ഛനിൽ നിന്ന് പോലും അകറ്റിയ ആളാണ് നീ. അവൻ ലഹരിക്ക് അടിമയായത് പോലും നീ കാരണമാണ്. എന്നിട്ട് ഇപ്പൊ ഒരു അമ്മ വന്നേക്കുന്നു. എന്നെ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട. നിനക്ക് സ്വന്തമായിട്ട് ഒരു മോനുണ്ടല്ലോ. അവൻ പോലും നിന്നെ ഒരു അമ്മയായിട്ട് കണക്കാക്കുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. നീ ആ കുഞ്ഞിനെങ്കിലും മര്യാദക്ക് നോക്കാറുണ്ടോ? നീ ആദ്യം പോയി ആ കാര്യത്തിൽ ഒരു ആത്മപരിശോധന നടത്തി. എന്നിട്ട് മതി നിന്റെ അമ്മയായ ഡയലോഗൊക്കെ. ബാക്കി പറഞ്ഞായി. അതാരും ഓർക്കുന്നില്ല. ഇന്നീ നിമിഷം വരെ എൻ്റെ കൈ കൊണ്ട് ഞാൻ ഉപദ്രവിച്ചിട്ടില്ല. അങ്ങനെ ഉപദ്രവിച്ചവരുമുണ്ട്. ഇതിനകത്ത് വന്ന ആൾക്കാരിൽ ഉപദ്രവിച്ചവരുമുണ്ട് ആ കുട്ടിയെ. കഥകൾ ഞാൻ കേട്ടിട്ടുണ്ട് ചേട്ടൻ്റെ വായിൽ തന്നെ. ഞാൻ ഇന്ന് വരെ അങ്ങനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്താണ് എന്നെ കുറ്റപ്പെടുത്തി എനിക്കറിയില്ല. അപ്പം FB ആ പോസ്റ്റ് കണ്ടപ്പോൾ, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആരാണ് എവിടെയാണ് പ്രശ്നം ഉണ്ടാക്കിയെന്ന്, മാനിപ്പുലേറ്റ് ചെയ്യിപ്പിച്ചെന്ന്. എന്നെ ഇപ്പോഴും സ്നേഹിക്കുന്ന ഒരുപാട് നല്ല ആളുകളുണ്ടെന്ന് അറിഞ്ഞതിന് എനിക്ക് ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൽ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല. അതായത് ഇപ്പം ഈ പ്രശ്നം നിങ്ങൾ പ്രശ്നത്തിനാണോ എന്നറിയാവുന്നവരുമായിട്ട് ഞാൻ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല. മിനിഞ്ഞാന്ന് വരെയും ഞാൻ പതിവ് പോലെ എന്നെ കോണ്ടാക്ട് ചെയ്യുകയും ആവശ്യമുള്ളത് ഞാൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് ഒരു വ്യക്തിയാണ്, ഒരു അമ്മയാണ് ഞാൻ മിനിഞ്ഞാന്ന് വരെയും. പിന്നെ എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. എനിക്കൊന്നും അറിയില്ല. ടോട്ടലി ഐ എം കൺഫ്യൂസ്ഡ്. ഇപ്പം മനസ്സിലായി, ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റിംഗ് ആണെന്ന്. അവരെ സ്വാധീനിച്ചത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരുപാട് പേര് എന്നെ വിളിച്ച് തിരക്കി. ഞാൻ ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഇത് എന്നെ നെഗറ്റീവ് അടിക്കുന്നവർക്ക് ഒരു സന്തോഷമായിരിക്കും ഞാൻ ഈ കരയുന്നതൊക്കെ. എനിക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. എൻ്റെ ലൈഫ് സ്റ്റോറി പറഞ്ഞു കഴിഞ്ഞാൽ ബിഫോർ സൂയിച്ചേട്ടൻ ആൻഡ് ആഫ്റ്റർ സൂയിച്ചേട്ടൻ, അല്ലെങ്കിൽ ആഫ്റ്റർ സൂയിച്ചേട്ടൻ ഡെത്തിന് ശേഷമുള്ള ഒരു ജീവിതവും എൻ്റെ ജീവിതവും അതിന് മുന്നുള്ള ജീവിതവും എനിക്കും പറയാനുണ്ടെങ്കിൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒന്നും തീരത്തില്ല. എന്നെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കരുത്. ഈ എക്സ്പ്രഷൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ പിടി കിട്ടി. വാ കാണിച്ചു തരാം. നമ്മുടെ സ്വന്തം അഭിനയ ചക്രവർത്തി സരോജ് കുമാർ. എന്തായാലേ രേണു ചേച്ചിയുടെയും സരോജ് അണ്ണന്റെയും എക്സ്പ്രഷൻ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഒരമ്മ പെറ്റ അണയന്മാരാണെന്നേ പറയൂ. എന്താ ഒരു ചേർച്ച. സരോജ് കുമാറിനെ റെഫറൻസ് ആക്കിയാണ് രേണു ചേച്ചി അഭിനയം പഠിച്ചതെന്ന് തോന്നുന്നു. എന്തായാലും ഒരു കാര്യം പറയാതെ വയ്യ ചേച്ചി, അഭിനയം നല്ലോണം ആർട്ടിഫിഷ്യൽ ആയിട്ടുണ്ട്. മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. വെറുതെ അല്ലേ ചേച്ചി ഈ ഊച്ചാളെ ആൽബങ്ങളൊക്കെ ഒതുങ്ങി പോയത്. ഇനി സരോജ് കുമാറിനെ പോലെ തന്നെ വല്ല സ്ക്രിപ്റ്റും അടിച്ചു മാറ്റാൻ പറ്റുമെന്ന് നോക്ക്. അല്ല, അങ്ങനെയുള്ള ഉടായ്പ പരിപാടികളാകുമ്പോൾ ചേച്ചിക്ക് നല്ല എളുപ്പമുണ്ടല്ലോ. എന്തായാലും ആദ്യത്തെ കരച്ചിൽ വീഡിയോയിൽ പിന്നെയും കുറച്ച് കണ്ണീര് വന്നിരുന്നു. പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ട വീഡിയോയിൽ ചേച്ചി കഷ്ടപ്പെട്ട് എക്സ്പ്രഷൻ ഇട്ടിട്ടു ഒരു ഇറ്റ് കണ്ണീര് പോലും വന്നില്ല. ചേച്ചി കരയുന്ന കണ്ടിട്ട് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു നോക്കിയതുമില്ല. അങ്ങനെയാണ് നമ്മുടെ രേണു ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കിയത്. ഇങ്ങനെ കരഞ്ഞിരുന്നിട്ട് യാതൊരു കാര്യമില്ല. ആ നേരം കൊണ്ട് 2 ഡാൻസ് കളിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഇട്ടാൽ അതെങ്കിലും ആയി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന മൊണ്ണകൾക്ക് ഇടയ്ക്ക് എന്തെങ്കിലും തീറ്റ കൊടുക്കണമല്ലോ. പിന്നെ ഒന്നും നോക്കിയില്ല, കരച്ചിൽ നാടകവും അഭിനയവും ഒക്കെ മാറ്റിവെച്ച് ചേച്ചി വീണ്ടും പഴയ അപരാധ മോഡിലേക്ക് അങ്ങ് തിരിച്ചുപോയി. അങ്ങനെ ഡാൻസും പാട്ടും ഒക്കെ ചറപറാന്ന് റീലുകൾ വരാൻ തുടങ്ങി. ചിലത് നമുക്കൊന്ന് കണ്ടോക്കാം.
എന്താ പറയാ, ജീവിതം അവസാനിപ്പിക്കാൻ പോവാന്നൊക്കെ പറഞ്ഞ ആളാണ്. എത്ര പെട്ടെന്നാണ് ആൾ ആകെ മാറിയത് ല്ലേ. ആ ബാറിലെ പാട്ടൊക്കെ പാട്ട് ഡാൻസ് കളിക്കുന്നൊക്കെ നോക്കി നിങ്ങൾ എച്ചാതി വെറുപ്പിക്കലാണല്ലേ. ഇതൊക്കെ കണ്ടും കേട്ട് ആൾക്കാർ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരു കോമഡി ഷോ കാണുന്ന പോലെയാണ് എല്ലാവരും രേണുവിന്റെ പെർഫോമൻസ് നോക്കി കാണുന്നു തോന്നുന്നു. അല്ലാതെ ഈ അവരാതൊക്കെ കണ്ട് സഹിച്ചിരിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ചേച്ചിനെ തൊരുക്കെട്ടി ഞാൻ സമ്മതിച്ചിട്ടോ. ജീവിതം അടുത്ത് പോയെന്ന് പറഞ്ഞ ആളാണ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളിൽ കൊണ്ടുപോയി വീഡിയോ ഇട്ടേക്കുന്നു. എങ്ങനെ സാധിക്കുന്നടേ ഇതൊക്കെ? ഉടായ്പിനൊരു പരിധിയില്ലേ. ഒരു മനുഷ്യരെ കൊണ്ട് എങ്ങനെയാണ് ഇങ്ങനെ അടിമുടി ഉടായ്പാവാൻ കഴിയുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അതിന്റെ ഇടയിൽ കൂടെ രേണുവിന്റെ ഒരു ന്യായകന്റെ വീഡിയോ കൂടി പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ നേരത്തെ പ്ലേ ചെയ്യാൻ വിട്ടുപോയതാണ്. ഈ ഡാൻസ് ഒക്കെ കളിക്കുന്നതിന് മുമ്പ് സ്വയം ന്യായീകരിക്കാനുള്ള ഒരു അവസാന ശ്രമം കൂടി രേണു നടത്തിയിട്ടുണ്ടായിരുന്നു. അതൊന്ന് കണ്ടോക്കാം. എന്റെ മനുഷ്യരെ, നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്നപ്പോ ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി കഴിച്ചതാ. നിങ്ങൾക്ക് നാണമാകുന്നില്ല? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? സുധിച്ചേട്ടൻ മരിച്ചു കിടന്ന അതിന്റെ ആ അടക്കുന്നതിന്റെ അന്ന് വൈകിട്ട് പോലും ഞാൻ കിച്ചു എന്തോ എനിക്ക് ഫുഡ് തന്നപ്പോഴാണ് ഞാൻ ഇച്ചിരി വെള്ളം ഇറക്കുന്നത് കഴിക്കുന്നത്. ഒരു പൊറോട്ട എന്താ മേടിച്ചു തന്നപ്പോൾ മനസ്സിലായോ? അന്നത്തെ ദിവസം അറിഞ്ഞപ്പോൾ തൊട്ട് ഞാൻ പച്ച വെള്ളം ഞാൻ കുടിച്ചിട്ടില്ല, കാപ്പി പോലും കുടിച്ചിട്ടില്ല. ഞാൻ അതിന് സൂചിച്ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ പോയിട്ടില്ലല്ലോ. ഫ്ലവേഴ്സിലും 24 ഒന്നും ഞാൻ പോയിട്ടില്ല. ഞാൻ കാണുന്ന ചേട്ടൻ മരിച്ചിട്ട് പിറ്റേ ദിവസം ഡെഡ് ബോഡി അവർ കൊണ്ടുവന്ന് 8:30 ആയപ്പോൾ നമ്മുടെ പൊങ്ങന്താനം വീട്ടിൽ കൊണ്ടുവന്നപ്പോഴാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ അറിയാത്ത കാര്യം സംസാരിക്കരുതേ. ഞാൻ അവിടെ തളർന്നു കിടക്കുമായിരുന്നു. ഞാൻ പോയിട്ടില്ല സൂചിച്ചേട്ടനെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ. നിങ്ങൾ ആരോട് വേണമെന്ന് ചോദിച്ചു. നിങ്ങൾ എന്തിനാണ് ഈ കള്ളത്തരം പറയുന്നത്? നിങ്ങൾക്ക് നാണമാകുന്നില്ല ഇങ്ങനെ കള്ളത്തരം പറയാൻ? ഞാൻ പോയില്ല. ചേട്ടൻ മരിച്ചപ്പോൾ ചേട്ടനെ കൊണ്ടുവരാം, ചേട്ടൻ്റെ ഡെഡ് ബോഡി കൊണ്ടുവരാൻ ഞാൻ പോയില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് 5 സ്റ്റാർ കടയിൽ നിന്ന് പോയി ഫുഡ് കഴിക്കുന്നത്? നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നിങ്ങൾക്ക് എന്താണെങ്കിലും കാര്യം പറഞ്ഞിട്ട് സത്യം പറഞ്ഞിട്ട് വേണം നിങ്ങൾ സംസാരിക്കാൻ. അതിന് സുധിച്ചേട്ടൻ മരിച്ചു കൊടുക്കുമ്പോൾ നീ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഫുഡ് കഴിച്ചു എന്ന് ആരാണ് ഇവിടെ പറഞ്ഞു തരുന്നു? എന്തിനാണ് ഇങ്ങനെ നുണക്കഥയും പ്രചരിപ്പിക്കുന്നത്? ഇനിയെങ്കിലും നിന്റെ ഉടായ്പ നിർത്ത്. നീ 5 സ്റ്റാർ ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചു എന്ന് ഇവിടെ ആരും അറിഞ്ഞിട്ടില്ല. ഫ്ലവേഴ്സിലെ ഏതൊക്കെ ആളുകൾ ചേർന്നാണ് സുധിയുടെ മൃതദേഹം കാണിക്കാൻ വേണ്ടി കിച്ചുവിനെ കൊണ്ടുപോയത്. സുധിയുടെ കൂട്ടുകാരും കൂടിയാണ് ഇവര്. പക്ഷെ പോകുന്ന വഴിയിൽ ഇവന്മാർ ഫുൾ ജോലിയായിരുന്നു. അച്ഛന്റെ മൃതദേഹം കാണാൻ പോകുന്ന ഒരു ചെക്കനെയും കൊണ്ട് ട്രിപ്പൊക്കെ പോകുന്ന പോലെയാണ് ഇവന്മാർ പോയത്. 5 സ്റ്റാർ ഹോട്ടലിലേക്ക് കയറി ഫുഡൊക്കെ കഴിച്ച് ഫുൾ ജോലി. അതാണ് കിച്ചു പറഞ്ഞത്. അല്ലാതെ സുധി മരിച്ചു കിടക്കുമ്പോൾ നീ 5 സ്റ്റാർ ഹോട്ടലിൽ കയറി ഫുഡ് കഴിച്ചെന്നൊന്നും ആരും ഇവിടെ പറഞ്ഞിട്ടില്ല. ഇത് നീ തന്നെ പറഞ്ഞുണ്ടാക്കിയതാണ്. ആളുകളുടെ സിമ്പതി പിടിച്ചു പറ്റാൻ വേണ്ടി നീ തന്നെ ഉണ്ടാക്കിയെടുത്തൊരു നുണക്കഥയാണിത്. കുറച്ചെങ്കിലും എളുപ്പമാണ് സ്ത്രീയെ. കുറെ ഒന്നും വേണ്ട, കുറച്ച് മതി. എന്ത് പറയാനല്ലേ. എന്തായാലും ഇത്രയൊക്കെ ഉടായ്പ കാണിച്ചിട്ടും രേണു ചേച്ചിനെ സപ്പോർട്ട് ചെയ്യാനും ആൾക്കാരുണ്ട് കേട്ടോ. അത് പിന്നെ എങ്ങനെയാണല്ലോ. ചിലരുടെ ഒക്കെ കണ്ണിൽ രേണു ചേച്ചി എന്തോ വലിയ സംഭവമാണ്, ഉരുക്ക് വനിതയാണ്. ഒരു വീഡിയോ കണ്ടോക്കാം. ഏതൊരു സ്ത്രീത്വത്തിന് നമ്മളെ വില കൊടുക്കുക. എന്റെ പൊന്നു ചേച്ചി, രേണുവിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ സ്ത്രീത്വത്തെ കുറിച്ച് സംസാരിച്ച് മറ്റുള്ള സ്ത്രീകളുടെ വില കളയരുത്. ഇതൊരു അപേക്ഷയാണ്, പ്ലീസ്. ഏതൊരു സ്ത്രീത്വത്തോടും നമ്മൾ വില കൊടുക്കണമെന്നൊക്കെ പറയുന്നതിനോട് അംഗീകരിച്ച് തരാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ വില കൊടുക്കത്തുള്ളൂ. അല്ലാതെ ഉടായ്പ നടക്കുന്ന സ്ത്രീകൾക്കൊക്കെ വില കൊടുക്കണം എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി. സ്ത്രീകൾക്ക് എന്തോ കൊമ്പുണ്ടോ? ബാക്കി പറഞ്ഞാലും ബിക്കോസ് രേണുസുതി ആണെങ്കിലും അത് മറ്റുള്ള ഏതൊരു സ്ത്രീ ആണെങ്കിലും അവരിപ്പോ ഇത്രത്തോളം വളർന്നു, അല്ലെങ്കിൽ മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ അവരുടെ കഠിനാധ്വാനം കൊണ്ട് അവര് ഒരുപാട് മേഖലകളിലേക്ക്, വിവിധ മേഖലകളിൽ. കഠിനാധ്വാനോ? എന്ത് കഠിനാധ്വാനം? ചേച്ചി ആരെ കുറിച്ചാണ് ഈ പറയുന്നത്? രേഷ്മ തങ്കച്ചിനെ കുറിച്ച് തന്നെയല്ലേ? അവർ വളർന്നു എന്ന് ചേച്ചി പറഞ്ഞ ശരിയാണ്. പക്ഷെ അത് കഠിനാധ്വാനം കൊണ്ടല്ല, ഉടായ്പകളും കാട്ടവരാധങ്ങളും കാണിച്ചാണ് രേണു ചേച്ചി വളർന്ന് പന്തലിച്ച് ഇന്ന് ഈ കാണുന്ന ലെവലിലെത്തിയത്. അതുകൊണ്ട് കൂടുതൽ ഡെക്കറേഷൻ ഒന്നും വേണ്ട. ബാക്കി പറഞ്ഞാട്ടെ. ആയിക്കോട്ടെ, റിയാലിറ്റി ഷോ ആയിക്കോട്ടെ, സ്റ്റേജ് പ്രോഗ്രാം ആയിക്കോട്ടെ, അവരുടെ ഓരോരുടെ കഴിവുകൾ കൊണ്ട് അവർ മുന്നോട്ട് വന്നു. എനിക്ക് തോന്നുന്നു എന്നെ പോലെ തന്നെ ഒരു ഫീനിക്സ് ബേർഡ് പോലെയാണ് ആ വ്യക്തി. ഫിനിക്സ് ബേർഡ് അല്ല, കാരങ്കോഴിയാണ്. ഒന്ന് പോ ചേച്ചി. ഫിനിക്സ് പക്ഷി പോലും വെറുതെ ചിരിപ്പിക്കല്ലേ. ബാക്കി പറഞ്ഞാലും സത്യം പറഞ്ഞ രേണു വളരെ അടുത്ത സുഹൃത്താണ്. രേണുവിന് എന്താ പറയാ, ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളെല്ലാം മറികടക്കുവാനുള്ള ഒരു ധൈര്യം ദൈവം കൊടുക്കട്ടെ. അല്ലെങ്കിൽ മെന്റൽ ട്രോമയിലൂടെ കടന്നു പോകുന്ന രേണുവിന് എല്ലാവിധ നന്മയുണ്ട്. മെന്റൽ ട്രോമ അല്ല, അണ്ടിയാണ് അണ്ടി. എന്തൊരു വെളുപ്പിക്കലാണ് ചേച്ചി. മെന്റൽ ട്രോമ ഉള്ള ആളാണല്ലോ ബാറിൽ പോയി ക്യാബറ കളിക്കുക. എന്തൊരു വെളുപ്പിക്കലാണ് ചേച്ചി. നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലേ? ബാക്കി പറഞ്ഞാലും എന്നാണ് പറയുന്നത്. ബിക്കോസ് ഏതൊരു വ്യക്തിയും ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ അവര് നെട്ടോട്ട് ഓടുന്നത്. നമ്മൾ 1 രൂപ കൊടുത്ത് ഇവരാരും സഹായിക്കുന്നില്ല. അപ്പോൾ എനിക്കടക്കം ബോഡി ഷെയ്മിങ്ങും ജെൻഡർ അധിക്ഷേപവും ഒക്കെ നേരിട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ. അപ്പൊ ഈ വ്യക്തിക്കടക്കം ഈ സൈബർ ബുള്ളിംഗ് അറ്റാക്കും ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അത് എത്രത്തോളം മനുഷ്യരെ വേദനിപ്പിക്കും, എത്രത്തോളം വിഷമപ്പെടുത്തും, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ
എല്ലാ ഘടകങ്ങളിലും അതിനെ ബാധിക്കും. ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും അതുപോലെ അവരുടെ കുടുംബത്തിലാണെങ്കിലും അവരുടെ സൊസൈറ്റിയിലാണെങ്കിലും ഒക്കെ. പക്ഷെ ഇത് നിങ്ങളിപ്പോൾ ചോദിക്കുന്നതെല്ലാം സ്വയം വരുത്തി വെച്ചല്ലേന്ന്. പക്ഷെ അവരവരുടെ ജീവിതം കൊണ്ട് പലയിടത്തും ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കി. അതിന് നമ്മളെല്ലാം കുറ്റം കണ്ടുപിടിച്ച് അവരെ ഇങ്ങനെ വധിക്കാൻ തന്നെ നമ്മൾ ആർക്കും റൈറ്റ്സ് ഇല്ല. നമ്മൾ ഒരാളെയും ക്രൂശിക്കേണ്ട, നമ്മൾ ഒരാളും അങ്ങനെ ആരെയും ക്രൂശിക്കാനുള്ള റൈറ്റ്സ് നമുക്ക് ഒരു ഭരണാധികാരികളും നമുക്ക് തന്നിട്ടില്ല. അവരവരുടെ ഹാപ്പിനെസ്സിന് പോട്ടെ മുമ്പോട്ട്. അതെ, തെറ്റ് മുഴുവൻ നമ്മുടേതാണ്. പാവണ്ട് രേണു ചേച്ചി. എത്ര ഉടായ്പ കാണിച്ചാലും അവരെ കുറിച്ച് നമ്മൾ ഒരു അക്ഷരം പോലും മിണ്ടാൻ പാടില്ലായിരുന്നു. എന്തൊക്കെ കേൾക്കണം ഇനില്ലേ, ഒന്നും പറയണ്ട. എന്തൊക്കെ ഉടായ്പ കാണിച്ചാലും ഇതേപോലെ സപ്പോർട്ട് ചെയ്യാനും ന്യായീകരിക്കാനും ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ എന്ത് പേടിക്കാനാണല്ലേ. എന്തായാലും കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല. എന്താണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.